കരയാതെ ജാനു. രാഘവ, എന്ത് സംഭവിച്ചു? തൽക്കാലം ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടു. ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. കാലോട്ട് വന്നിക്ക്. ദീർഘായുസായിരിക്കണം. ഇവിടെ വെച്ച് ആഘോഷമായി നടത്തണമെന്ന് വിചാരിച്ചതാ ഞാൻ നിന്റെ കല്യാണം. എന്തിനാ മോനെ ഇത്ര ധൃതി പിടിച്ചത്? അതിന് കാരണം അച്ഛനോട് ചോദിച്ചാ പറയും. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇനി നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കൊള്ളാം. ഒരു കല്യാണം കഴിച്ചാൽ അച്ഛന് മകനല്ലാതാവുമോ? ഈ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ ഞാൻ പറഞ്ഞത്. ഏതായാലും അവൻ അവളെ കല്യാണം കഴിച്ചു. നീ ഇനി ഇവരോട് വക്കാണത്തിനൊന്നും പോകണ്ട. എനിക്ക് അമ്മയുടെ പഞ്ചായത്തൊന്നും വേണ്ട. ഇറങ്ങി തൊട്ടുപോകരുത് അവന്. നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് ഇവിടെ അവകാശം. ഇവരെന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കും. നിങ്ങൾ അകത്ത് പോവാ മക്കളെ. ഇങ്ങനെയൊക്കെ ചില തിരിച്ചടി ഇടയ്ക്കൊക്കെ നിനക്കും ആവശ്യമാണ്. ചേച്ചി ഇങ്ങനെ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ അമ്മ എന്നോട് ഒന്നും പറയാത്തത്? അമ്മ അപ്പുവിനോട് വർത്തമാനം പറയും, കളിക്കും, ചിരിക്കും. എന്നിട്ട് എവിടെ? ചേച്ചി, മോൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ ചേച്ചി. ആ നല്ല ചേച്ചിക്ക് കാണണോ ഞാൻ അമ്മയെ ചിരിപ്പിക്കുന്നത്? ഇപ്പൊ കാണിച്ചു തരാം. ഇനി ഒന്ന് ചിരിക്കൂ സുശീലേ. സുശീലേ, ഒന്ന് ചിരിക്കൂ. നമ്മുടെ മോന് വേണ്ടെങ്കിലും ഒന്ന് ചിരിക്കൂ സുശീലേ. സുശീലേ, സുശീലേ, ഒന്ന് ചിരിക്കാൻ. നീ ചിരിക്കില്ലേ? ഒന്ന് ചിരിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് ചിരിക്കാൻ സുശീലേ. എന്നോട് ക്ഷമിക്കൂ സുശീലേ, എന്നോട് ക്ഷമിക്കൂ, മാപ്പ് തരൂ.
നാട് നന്നാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയ പാർട്ടികളുടെ കാര്യമൊക്കെ എന്തായി? അവര് പോയതുപോലെ തിരിച്ചു വന്നു. അവിടെ വല്ല ചോട്ടാ നേതാക്കന്മാരെയും പിടിച്ച് വെറുതെയെങ്കിലും കുഴപ്പമുണ്ടാക്കൂ? ആരെ പിടിക്കാൻ? അവിടെ എല്ലാം നമ്മുടെ ആളുകളാ, തൂണുകൾ വരെ. വിവരങ്ങൾ അപ്പോ ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്ത കാലത്ത് ഈ നാട്ടിൽ നടന്ന മരണങ്ങള് മുഴുവൻ കൊലപാതകങ്ങളാണെന്നും പറഞ്ഞ പെറ്റീഷൻ. കഴിഞ്ഞ കൊല്ലം പുഴയിൽ വീണ് ചത്ത ഹരിജൻ ചെറുക്കനെയും ആരോ തല്ലിക്കൊന്ന് പുഴയിലിട്ടെന്നല്ലേ അവര് പറയുന്നത്? ആരോ കൊന്നതോ? അവനെ താൻ തോക്കുകൊണ്ട് തല്ലിക്കൊന്നു പുഴയിലിട്ടതാണെന്നാ ജനസംസാരം. അതൊക്കെ നാട്ടുകാര് വിരോധം കൊണ്ട് പറയുന്നതാണെന്നേ. ചുമ്മാതിരി, ഞാൻ തെളിയിക്കട്ടെ. അയ്യോ ചതിക്കല്ലേ. എന്ന് പറ. ഏതായാലും അവരുടെ പെറ്റീഷൻ എത്തേണ്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. എവിടെ? ചവറ്റുകൊട്ടയിൽ. ആര് പറഞ്ഞു? കോളുണ്ടായിരുന്നു. എവിടുന്ന്? ഏറ്റവും മുകളിൽ നിന്ന് തന്നെ വെച്ചോ. അപ്പൊ പേടിക്കാനൊന്നുമില്ല. ഡൽഹി വരെ നമ്മുടെ ആളുകളുണ്ട്. ഒരേ കേട്ടോ, മിസ്റ്റർ സോമശേഖരന്റെ ശക്തമായ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വാസുവും കൂട്ടരും ഒതുങ്ങിയിരിക്കുന്നത്. ഉണ്ടല്ലോ. എന്ത്? എന്റെ ശക്തമായ പിന്തുണ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഓ, അങ്ങനെയാട്ടെ. ഇതാ, ഇതിരിക്കട്ടെ. ഇത് വേണോ? ഇരിക്കട്ടെ എന്ന്. ശക്തമായ പിന്തുണയ്ക്ക് നന്ദി. ഒരു വാക്കുകൂടി. ഈ കേസ് തെളിയിക്കാൻ ഇനി എനിക്ക് നിന്റെ പിൻബലം ആവശ്യമില്ല. നിന്റെ എന്നല്ല ആരുടെയും. വയ്ക്കോ. സാറെന്താണ് ഇതുവഴി? ഈ രാജ്യം ഭരിക്കുന്ന തമ്പുരാക്കന്മാരുടെ സഭയൊന്ന് കാണാൻ. എല്ലാരും ഉണ്ടല്ലോ, ഡോക്ടർമാർ, വക്കീലന്മാർ. ഏതായാലും വാസു ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് നന്നായി. മുഖത്തോട് മുഖം കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാമല്ലോ. ഇരിക്കൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്കറിയാം. നളിനിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ നിങ്ങളുടെ അനിയനോട് പറഞ്ഞത് ശരിയാ. അതിനവൻ പോയി ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഓ, അവൻ ആത്മഹത്യ ചെയ്താണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായി. ഞാൻ സ്ഥാപിക്കല്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇതായിരിക്കുന്നു. ചോദിച്ചു നോക്കൂ. എനിക്കാരോടും ചോദിക്കേണ്ട കാര്യമില്ല. ശ്രീധരൻ ചേട്ടൻ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? ഇറങ്ങി പോകാൻ പറയണം. നമുക്കിതിലെന്ത് കാര്യം? നിങ്ങൾക്ക് ഇതിലെന്ത് കാര്യമൊന്നും? നിങ്ങൾക്ക് ഇതിൽ കാര്യമുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. നീ എന്ത് ചെയ്യൂടാ? നിങ്ങളെപ്പോലുള്ള കാപാലികന്മാരെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമപുസ്തകങ്ങളിൽ വകുപ്പില്ലെങ്കിൽ ഞാനൊരു വകുപ്പുണ്ടാക്കും, ശിക്ഷിക്കും. ഈ കേസിലെ പ്രതികൾ ആരെല്ലാമാണെന്ന് അറിയട്ടെ. പേടിപ്പിക്കാതെ. നാട്ടുകാർ പുറകിലുണ്ടെന്നുള്ള ധൈര്യമായിരിക്കും. നിങ്ങളെയൊക്കെ പിടിക്കാൻ എനിക്കെന്തിനാടാ നാട്ടുകാർ? ഞാൻ വളർത്തുന്ന പട്ടി പോരെ. എടാ, ഇതിങ്ങനെ അയ്യേ. ഡോക്ടറെ വാങ്ങി. ഡോക്ടറെ, സുരേഷ് ഡോക്ടറെ. എന്താണ് കഥകളി പൊളിക്കുന്നത്? പിന്നെ നമ്മൾ ആചാര്യക്ക് തീരെ സുഖമില്ല. ഡോക്ടറെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാമായിരുന്നു. അപ്പൊ എണീക്കാൻ വയ്യാണ്ട് കിടക്കുകയാണ്. അതാണ് നമ്മളിങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് പോരാൻ സൗകര്യമില്ല. പോണം. പടച്ചോനെ, നമ്മൾ കുടുങ്ങിയല്ലോ. തന്നെ കൊണ്ടുപോകാനാ ഞാൻ കൂടെ വന്നത്. എന്താണല്ലോ ഡോക്ടറെ കണ്ടുപിടിച്ച് പേടിപ്പിക്ക. മുത്തു ഡോക്ടറെ ഞങ്ങൾ ഒന്ന് തരി, നമ്മൾ ആചാര്യം ഒന്ന് കഴിച്ചിലായി തരി. എന്താണ് പറയാ? പെട്ടി കൂടെ നമ്മളെ വിളിച്ചോളാം. കൂടെ വന്നേക്ക്. വിളക്കേക്ക് വിടില്ല. നമ്മൾ ആചാര്യം കഴിച്ചിലായി. നിങ്ങൾ എവിടേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത്? യമലോകത്തേക്ക്. നടക്കൂ. ഇത് കച്ചറുണ്ടാക്കല്ലേന്ന്. നമ്മളെ ഡോക്ടർ നിങ്ങൾ തരി. നിങ്ങൾ തരും ഡോക്ടറെ. നമ്മൾ ജോലിക്കാരല്ലേ. രാജ്യം എവിടെ? ഞാൻ അതിനകത്ത്. ഇതിനകത്തോ? കുറച്ചും കൂടി അങ്ങോട്ട് പോണം.
നിങ്ങൾ വരി ഇങ്ങോട്ട് കയറി ആചാരെ ഇതാ നമ്മളെ ഡോക്ടർ വന്നിക്കണേ വരി ആചാരെ വരി ഡോക്ടറെ ഹാജിയാർക്ക് എന്താണ് സൂക്കേട്? നമ്മളോട് ചോദിക്കുന്നത് ആചാരല്ലേ കുത്തിരിക്കുന്നത് ആചാരോട് ചോദിക്കി സൂക്കേട് ഞമ്മക്കല്ല നമുക്ക് അനക്കാണ് കള്ളറക്കാട് ഉണ്ടാക്കുന്ന സൂക്കേട്. അത് മാറ്റാനാണ് ഞങ്ങൾ നിന്നെ കൊണ്ടുവന്നത്. നോൺസെൻസ്. ഡോക്ടർ പോവാണ്. ഓ പോട്ടേന്ന്. സബ് ഇൻസ്പെക്ടർ രാജഗോപാൽ ആത്മഹത്യ ചെയ്താണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് സാറായിരുന്നില്ലേ? ഇതെന്താ കോടതിയാണോ വിസ്തരിക്കാൻ? അതെ, ഇത് ഞങ്ങളുടെ ഒരു കോടതിയാണ്. ചോദിച്ചിന് ഉത്തരം പറയൂ. സാറായിരുന്നില്ലേ? അതെ, ഞാനായിരുന്നു. എന്തു വേണം? അത് ആത്മഹത്യ തന്നെ ആയിരുന്നോ അതോ? അതെ, ആത്മഹത്യ തന്നെയായിരുന്നു. ഇങ്ങോട്ട് എഴുന്നേക്കണം. ഓന് വേദനയാവൂലേ? ഡോക്ടറെ ശ്വാസം പോണ്ടോ? കുട്ടി ആചാരെ ആ, ഇനി പറയണം. ആത്മഹത്യ പറഞ്ഞാലി ഡോക്ടറെ. ഇല്ലെങ്കിൽ എഴുതിയും കുത്തു കിട്ടിയേ. പറയടാ. അല്ല അല്ല, ആത്മഹത്യ അല്ല. ആരെ കൊലപ്പെടുത്തിയതാണ്. ആരാണ്? പറയൂ. ഈശ്വരനാണെ അതെനിക്കറിയില്ല.